നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ പാർട്ട് 2. ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ ഏറ്റവുമധികം കാലം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന പാർട്ടി ഏത്? കോൺഗ്രസ്. ഗൗഡീയ സമാജം രൂപീകൃതമായ വർഷം 1823. ധർമ്മസഭ രൂപീകൃതമായ വർഷം 1830. ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി രൂപീകൃതമായ വർഷം 1843. ദേശഹിതൈഷിണി സഭ രൂപീകൃതമായ വർഷം 1841. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1851. ഡെക്കാൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1852. സാർവജനിക് സഭ രൂപീകൃതമായ വർഷം 1870. ആര്യ സമാജ് രൂപീകൃതമായ വർഷം 1875. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയുടെ ദേശീയ അസംബ്ലി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? WC ബാനർജി. കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ ദൗർബല്യങ്ങൾ എന്തെല്ലാം? ആരംഭകാലത്ത് ആഢ്യവർഗത്തിൻ്റെ കൂട്ടായ്മയായി നിലകൊണ്ടു മുസ്ലിം ജനസാമാന്യത്തെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് എന്ന് ആഹ്വാനം ചെയ്താര്? സയ്യിദ് അഹമ്മദ്. ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ മഹാഭൂരിപക്ഷത്തിൻ്റെ എതിർപ്പിന് വിധേയമാകുന്ന ഒരു പ്രമേയവും പാസ്സാക്കരുത് എന്ന നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1888. കൗൺസിൽ നിയമം നിലവിൽ വന്ന വർഷം 1892. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി നേതൃത്വം പരസ്യമായി വിമർശിക്കപ്പെട്ട വർഷം 1903 മദ്രാസിൽ നടന്ന കോൺഗ്രസിൽ. 1904 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വയം ഭരണാവകാശമുള്ള കോളനികളുടെ സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർത്തപ്പെടണമെന്നാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സർ ഹെൻറി കോട്ടൺ. തീവ്ര ദേശീയവാദികൾക്ക് ഇടയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ ആരെല്ലാം? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ലാൽ പാൽ ബാൽ. കോൺഗ്രസ് അന്ത്യശ്വാസം വലിച്ചു തുടങ്ങിയിരിക്കുന്നു. തികച്ചും സമാധാനപൂർണമായ ഒരു മരണത്തിലേക്ക് അതിനെ ആനയിക്കുക എന്നത് എൻ്റെ വലിയ അഭിലാഷങ്ങളിലൊന്നാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരായുധമായി ബഹിഷ്കരണം എന്ന ആശയം ബംഗാളിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ലാൽ മോഹൻ ഘോഷ്. വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണം മുഖ്യ പരിപാടിയായ സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1905 ഓഗസ്റ്റ് 7 കൽക്കത്ത ടൗൺ ഹാളിൽ ചേർന്ന ഒരു യോഗത്തിൽ വച്ച്. അനീതിക്ക് എതിരെ പോരാടുന്നതിനുള്ള ഒരു പ്രത്യേക നടപടിയായി സ്വദേശി പ്രസ്ഥാനത്തെ കണ്ടത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ബ്രിട്ടനുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തെ ഭരണം പൂർണ്ണമായും ഇന്ത്യക്കാരിൽ നിക്ഷിപ്തമാക്കുക എന്ന സ്വരാജിലൂടെ ലക്ഷ്യമിട്ട വ്യക്തിയാര്? ബാലഗംഗാധര തിലക്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി നിയമിക്കപ്പെട്ടത് ആരാണ്? മോർലി. ആരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വച്ചാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്? ദാദാഭായ് നവറോജി. വർഷം 1906. സ്വരാജ് എന്ന പദം ആദ്യമായി കോൺഗ്രസിൽ പരാമർശിക്കപ്പെട്ട സമ്മേളനം ഏതാണ്? 1906 സമ്മേളനം. എത്രാമത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ബഹളത്തിനിടയിൽ പിരിഞ്ഞത്? 23ാമത്തെ. മിതവാദികൾ സ്വാഗതം ചെയ്ത മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ നിലവിൽ വന്ന വർഷം 1909. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1917. ഹോം റൂൾ ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ്.
1917 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷ ആരാണ്? ആനി ബസന്റ്. ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അലി സഹോദരന്മാർ. കോടതി ബഹിഷ്കരണം, വിദേശ വസ്ത്രദഹനം, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം, വിദ്യാലയ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളോട് കൂടിയ ഉജ്ജ്വല ബഹുജന മുന്നേറ്റം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രമേയം അംഗീകരിച്ചത് എന്നാണ്? 1920 ഡിസംബറിൽ നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ. ചൗരി ചൗര സംഭവം നടന്ന സ്ഥലം ഉത്തർപ്രദേശ്. നിസ്സഹകരണ സമരം ഗാന്ധിജി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് കാരണം ചൗരി ചൗര സംഭവം. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു. നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പിന് നിൽക്കാനും വോട്ട് ചെയ്യാനും ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഡൽഹി സമ്മേളനം. വർഷം 1923 സെപ്റ്റംബർ. അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. 1923 കാക്കിനഡയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. കേരളീയനായ TK മാധവൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ? കാക്കിനഡ സമ്മേളനത്തിൽ. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവിർഭാവത്തിൽ നിർണായക പങ്കുള്ള കോൺഗ്രസ് സമ്മേളനം കാക്കിനഡ. 1924 ബെൽഗാം കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ മഹാത്മാഗാന്ധി. സ്വരാജ് സമ്പാദനത്തിനുള്ള സൃഷ്ടിപരമായ പരിപാടികളായി ഗാന്ധിജി പ്രഖ്യാപിച്ച കാര്യങ്ങൾ: ചർക്ക, ഹിന്ദു മുസ്ലിം ഐക്യം, അസ്പൃശ്യതാ നിർമ്മാർജ്ജനം. ഇന്ത്യയിൽ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനെപ്പറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ജോൺ സൈമണിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷൻ നിയമിക്കപ്പെട്ടു. അതിൻ്റെ പേര് സൈമൺ കമ്മീഷൻ. വർഷം 1927 നവംബർ 8. സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര? 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. വർഷം 1927. അധ്യക്ഷൻ MA അൻസാരി. സൈമൺ കമ്മീഷൻ ബോംബെയിൽ എത്തിയ ദിവസം രാജ്യമൊട്ടാകെ ഹർത്താൽ ആചരിക്കപ്പെട്ടു. എവിടെ പ്രകടനം നയിച്ച ലജ്പത് റായിക്ക് പോലീസുകാരുടെ കഠിനമർദ്ദനം ഏൽക്കേണ്ടി വന്നത്? ലാഹോറിൽ. സൈമൺ കമ്മീഷൻ ബോംബെയിൽ എത്തിയ ദിവസം രാജ്യമൊട്ടാകെ ഹർത്താൽ ആചരിക്കപ്പെട്ടു. അന്നേ ദിവസം അലഹബാദിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1928 മെയ്യിൽ ബോംബെയിൽ ചേർന്ന അഖില കക്ഷി സമ്മേളനം ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കാൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചു. ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ്? MA അൻസാരി. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി എന്ന അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഒരു ഭരണഘടന തയ്യാറാക്കി. ഇത് അറിയപ്പെടുന്നത് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഭേദഗതികൾ അവതരിപ്പിച്ചവർ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഇംഗ്ലണ്ടിൽ വച്ച് ഇന്ത്യയിലെ ഭരണഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടാമെന്നും ഡൊമിനിയൻ പദവിയാണ് അല്ലെങ്കിൽ പുത്രികാരാജ്യ പദവിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചതാര്? ഇർവിൻ പ്രഭു. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന ചരിത്രപ്രസിദ്ധമായ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം 1931 ജനുവരി. ഒന്നാം വട്ടമേശ സമ്മേളനം വിജയമോ പരാജയമോ? പരാജയം. ഇർവിൻ പ്രഭുവിന് ശേഷം വൈസ്രോയിയായി നിയമിതനായത് വെല്ലിംഗ്ടൺ പ്രഭു. മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമുദായ പ്രാതിനിധ്യം അധകൃത വർഗക്കാർക്കും ലഭിക്കുന്നതിനായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സ്ഥാപിക്കണമെന്ന വാദം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉന്നയിച്ചത് ഡോക്ടർ അംബേദ്കർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആരാണ് അധകൃത വർഗക്കാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്? മാക് ഡൊണാൾഡ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന വർഷം 1934.
ഇന്ത്യ ഗവൺമെൻറ് നിയമം നിലവിൽ വന്നത് 1935. 1938 ഹരിപുര കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുര കോൺഗ്രസിൽ അധ്യക്ഷ പദത്തിന് വേണ്ടിയുള്ള മത്സരം നടന്നത് ആരൊക്കെ തമ്മിൽ? സുഭാഷ് ചന്ദ്രബോസും പട്ടാഭി സീതാരാമയ്യയും. 1939 ത്രിപുര കോൺഗ്രസിൽ അധ്യക്ഷനാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച വ്യക്തിയാർ? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാനാർത്ഥിയാകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ ആശീസ്സുകളോടെ സ്ഥാനാർത്ഥിയായത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. 1939 ത്രിപുര കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. പട്ടാഭി സീതാരാമയ്യയുടെ പരാജയം തൻ്റെ പരാജയമായി ഗാന്ധിജി കണ്ടു. ഇതിൻ്റെ പ്രതികരണമെന്ന നിലയിൽ ഗാന്ധിജിയുടെ അനുയായികളായ ആരെല്ലാമാണ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ചത്? സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവർ. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി എന്നിവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം കാരണം ബോസ് അധ്യക്ഷപദം രാജിവയ്ക്കുകയും ഏത് സംഘടന രൂപീകരിക്കുകയും ചെയ്തു? ഫോർവേഡ് ബ്ലോക്ക്. ബോസിന് പകരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് ആരെ? വിനോദ ഭാവെ. ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വിഭാവന ചെയ്തുകൊണ്ടുള്ള ലാഹോർ പ്രമേയം പാസാക്കിയ വർഷം 1940. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ ഇന്ത്യ വിട്ടുപോകണമെന്ന ആവശ്യവുമായി രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച അക്രമരഹിത സമരം ക്വിറ്റ് ഇന്ത്യ സമരം. കോൺഗ്രസ് നയിച്ച പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ശക്തവും ബഹുജനരോക്ഷം വ്യാപകമായി അക്രമാസക്തമാവുകയും ചെയ്ത ജനകീയ പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് ഒരു ഇടക്കാല ഗവൺമെൻറ് സ്ഥാപിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചതാര്? വേവൽ പ്രഭു. വേവൽ പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥ എന്താണ്? ഇടക്കാല ഗവൺമെൻറ്റിൽ അഥവാ എക്സിക്യൂട്ടീവ് കൗൺസിൽ വൈസ്രോയും സർവ്വ സൈന്യാധിപനും ഒഴികെ മറ്റെല്ലാ അംഗങ്ങളെയും ഇന്ത്യൻ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും തിരഞ്ഞെടുക്കണം. വേവൽ പ്രഭു തയ്യാറാക്കിയ ഇടക്കാല ഗവൺമെൻറ് പദ്ധതി ചർച്ച ചെയ്യുവാൻ സിംലയിൽ ഇന്ത്യൻ നേതാക്കന്മാരുമായി കൂടിയാലോചനകൾ നടന്ന വർഷമേത്? 1946. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ എല്ലാ മുസ്ലിം അംഗങ്ങളെയും മുസ്ലിം ലീഗ് നോമിനേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചതാര്? ജിന്ന. മുസ്ലിങ്ങളെ എന്നും ഉൾക്കൊണ്ടിരുന്ന ദേശീയ സംഘടന ഏത്? കോൺഗ്രസ്. വേവൽ പദ്ധതി പരാജയമോ വിജയമോ? പരാജയം. 1946 ബ്രിട്ടനിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ചിലിൻ്റെ യാഥാസ്ഥിതിക കക്ഷി പരാജയപ്പെടുകയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്ത കക്ഷി ലേബർ കക്ഷി. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ ലേബർ ഗവൺമെൻറ് ഏത് വർഷമാണ് ഇന്ത്യയിലേക്ക് ഒരു ക്യാബിനറ്റ് ദൗത്യ സംഘത്തെ അയച്ചത്? 1946. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1946 സെപ്റ്റംബർ 12. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ. വേവൽ പ്രഭുവിനെ തിരിച്ചു വിളിക്കുകയും മൗണ്ടൻ ബാറ്റൻ പ്രഭുവിനെ വൈസ്രോയിയായി നിയമിക്കുകയും ചെയ്ത വർഷം 1947 മാർച്ച്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ നിയമമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ എന്താണ്? ഓഗസ്റ്റ് 15 ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും 2 ഡൊമിനിയനുകൾ നിലവിൽ വരണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.